അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ലിസാനുൽ ഖുർആൻ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ നമ്മൾ ലിസാനുൽ ഖുർആനിൻ്റെ 4 പാഠങ്ങളുടെയും ഫുൾ റിവിഷൻ നടത്തിയിരുന്നു. കുറേ ആളുകൾ അത് കണ്ട് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആകെ 50 മാർക്കിനാണ് എക്സാം. ഒന്നാമത്തത്, മാദാ യഫ്അലു മാജിദുൻ ഇഖ്തരിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസബ സൂറത്തി. ഇവിടെ മാജിദ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ബോക്സുകളിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയാണ്. ഇതെല്ലാം മുളാരിയായ ഫീലുകളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, മുളാരിയായ ഫീലുകളെ മനസ്സിലാക്കാൻ യാവ് കൊണ്ട് തുടങ്ങുന്നുണ്ടോ താവ് കൊണ്ട് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നുള്ളത്. ആണാണെങ്കിൽ യാവ് കൊണ്ട് തുടങ്ങും, പെണ്ണാണെങ്കിൽ താവ് കൊണ്ട് തുടങ്ങും എന്നൊക്കെ ഇന്നലെ വിശദീകരിച്ചിരുന്നു. ഇവിടെ എല്ലാം മാജിദിനെ കുറിച്ച് തന്നെ പറയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് മാജിദ് ആണാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യശ്റബു എന്നുള്ള യാവ് കൊണ്ട് തുടങ്ങുന്ന എല്ലാം. ഒന്നാമത്തത്, ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ പിന്നെ നമുക്ക് അർത്ഥത്തിന്റെ ആവശ്യമില്ല, കാരണം ചിത്രം വളരെ വ്യക്തമായിട്ടുണ്ട്. ഒന്നാമത്തത്, മാജിദ് വുളു എടുക്കുന്നു, ആ പിക്ചറാണുള്ളത്. അപ്പൊ ഡാഷ് മാജിദുൻ മിനസ് സുംബൂരി, മാജിദ് ടാപ്പിൽ നിന്ന് വുളു എടുക്കുന്നു. അപ്പൊ ഇവിടെ വുളു എടുക്കുന്നു എന്നുള്ള വേർഡ് യതവല്ലഉ എന്നുള്ളതാണ്. രണ്ടാമത്തത് യതവല്ലഉ. ഇനി അടുത്തത് രണ്ടാമത്തത്, ഡാഷ് മാജിദുൻ ഇലൽ മദ്രസ, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. അപ്പൊ പോകുന്നു എന്നുള്ളതിന് യദ്ഹബു എന്നാണ് പറയുക. അപ്പൊ യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി. ഇനി അടുത്തത്, ഇവിടെ മാജിദ് വെള്ളം കുടിക്കാണ്. അപ്പൊ ഡാഷ് മാജിദുൻ അൽ മാ, മാജിദ് വെള്ളം. അപ്പൊ യശ്റബു എന്നുള്ളതാണ് കുടിക്കുന്നു എന്നുള്ളതിന്, യശ്റബു. അപ്പൊ യശ്റബു മാജിദുൻ അൽ മാ. ഇനി നാലാമത്തത്, ഡാഷ് മാജിദുൻ അൽ മസ്ജിദ. ഇനി ഒന്ന് മാത്രമാണ് ബാക്കിയുള്ളത്, യദ്ഖുലു, പ്രവേശിക്കുന്നു. അപ്പൊ മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു, യദ്ഖുലു. ഇതാണ് നാലാമത്തത്. ഈ രൂപത്തിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത്, നുകമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ, ലമീറുകൾ എഴുതാനാണ്. നമ്മൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു, ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ, അൻതും അൻതി അൻതുമ, അൻതുന്ന അനാ നഹ്നു എന്നുള്ള 14 ലമീറുകൾ കൃത്യമായി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുൻ അത്ര മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് കൃത്യമായി പഠിച്ചവർക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ കഴിയും. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ഹാദാനി ഇബ്നാനി, ഇത് രണ്ടും ആൺകുട്ടികളാണ്. ഹുമാ, അവർ രണ്ടുപേരും ദാരിസാനി, വിദ്യാർത്ഥികളാണ്. അതുപോലെ താഴെയുള്ളത് എഴുതണം. ഹാഉലായി, ഹാഉലായി എന്ന് പറഞ്ഞാൽ അവർ, ബനാത്തുൻ, പെൺകുട്ടികളാണ്. ഹാഉലായി ബനാത്തുൻ, അവർ പെൺകുട്ടികളാണ്. ഇനി കുറെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കാനുള്ള ലമീർ ഏതായിരുന്നു? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഹുവ ഹുമാഹും, ഹിയ ഹുമാ ഹുന്ന. ഹുന്ന എന്നുള്ളതാണ് കുറെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഹുന്ന എന്ന് എഴുതണം. ഹുന്ന ദാരിസാത്തുൻ, അവർ വിദ്യാർത്ഥിനികളാണ്. ഇനി അടുത്തത്, ഹാദിഹി ബിൻതുൻ, ഇത് പെൺകുട്ടിയാണ്. ഡാഷ് ദാരിസത്തുൻ, അവൾ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ ഏതായിരുന്നു? ഹിയ. ഹിയ എന്നുള്ളതാണ് ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ. അപ്പൊ ഹിയ ദാരിസത്തുൻ. ഇനി അടുത്തത്, ഹഉലാഇ അബ്നാഉൻ, അവർ ആൺകുട്ടികളാണ്. ഇനി ഹും ദാരിസൂന, അവർ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഹുവ ഹുമാ ഹും, ഹും എന്നുള്ളതല്ലേ കുറെ ആണുങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഹും എന്നുള്ളത് ഇവിടെ എഴുതണം, ഹും ദാരിസൂന. ഇനി അടുത്തത്, ഹാത്താനി ബിൻതാനി, ഇത് രണ്ടും പെൺകുട്ടികളാണ്. ഡാഷ് ദാരിസത്താനി, അപ്പൊ ഹിയ ഹുമാ, ഇവിടെയും ഹുമാ എന്നുള്ളതാണ്. ഹുമാ, അവർ രണ്ടുപേരും ദാരിസത്താനി, വിദ്യാർത്ഥിനികളാണ്. ഇതാണ് ഇതിന്റെ കറക്റ്റായ ലമീറുകൾ. ഇനി അടുത്തത് മൂന്നാമത്തത്, നക്തുബുൽ അജ്വിബ കമാ ഫിൽ മിസാൽ. ഇവിടെ താഴെ ഉദാഹരണം തന്നിട്ടുണ്ട്, മോഡൽ തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ളത് എഴുതാനാണ്. ചോദ്യം തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, മസ്മുക, എന്താണ് നിന്റെ പേര്? ഇസ്മി സഫുവാൻ, എന്റെ പേര് സഫുവാൻ ആണ്. അതുപോലെ ബാക്കിയുള്ളത് എഴുതണം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒന്നിന്റെ കൂടെ യാ ചേർത്തി കൊടുത്താൽ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പൊ കലമുൻ, കലമീ, എന്റെ പേന. ഇസ്മ, പേര്, ഇസ്മി, എന്റെ പേര്. അപ്പൊ അതുപോലെ യാവ് കൂട്ടി എഴുതാൻ വേണ്ടിയിട്ടാണ്. അയിന മദ്രസത്തുക, എവിടെയാണ് നിന്റെ മദ്രസ? അപ്പോ മദ്രസത്തി, എന്റെ മദ്രസ, ഫിൽ മദീനത്തി, ടൗണിലാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോ മദ്രസത്തി, മദ്രസത്തി എന്ന് പറഞ്ഞിട്ട് മദ്രസന്റെ കൂടെ യാ ചേർത്തി കൊടുത്താൽ മദ്രസത്തി, എന്റെ മദ്രസ, ഫിൽ മദീന, ടൗണിലാണ്. ഉദാഹരണം.
ഇനി അടുത്തത് ഹൽ തുഹിബ്ബു. ഹൽ തുഹിബ്ബുൽ ഖിറാഅത. നമ്മൾ പറഞ്ഞിരുന്നു ഹൽ തുടക്കത്തിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ആണ്. ഹൽ തുഹിബ്ബുൽ ഖിറാഅ, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് റീഡിങ്? വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോ നമ്മൾ അതിന് എങ്ങനെ ആൻസർ ചെയ്യണം? നഅം. വായന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നഅം ഉണ്ട്. നഅം ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ല എന്ന് എഴുതാം. ഓരോരുത്തർ ഇഷ്ടം പോലെ ല എന്ന് എഴുതിയാലും പ്രശ്നമില്ല. നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നഅം ഉഹിബ്ബു, ഇല്ലെങ്കിൽ ല എന്ന് എഴുതാം. ഇനി അടുത്തത് കൈഫ ഹാലുക്കി. കൈഫ ഹാലുക്കി ഒരു പെണ്ണിനോടുള്ള ചോദ്യമാണ്. കി എന്നല്ലേ? കൈഫ ഹാലുക്കി, എന്താണ് നിന്റെ വിശേഷണം? ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളത്. അതിന് അറബിയിൽ കൈഫ ഹാലുക്കി. അപ്പൊ അവിടെ അൽഹംദുലില്ലാ ബിഖൈർ എന്ന് എഴുതാം. അൽഹംദുലില്ലാ ബിഖൈർ. ഇനി മൻ മഅക, ആരാണ് നിന്റെ കൂടെയുള്ളത്? ആരാണ് നിന്റെ കൂടെയുള്ളത്? ഇനി അതിന് മഈ, എന്റെ കൂടെ, അബി, എന്റെ ഉപ്പയാണ്. ആ രൂപത്തിൽ എഴുതാം. മൻ മഅക മഈ ഉമ്മി എന്നോ, അല്ലെങ്കിൽ മഈ അബി എന്നോ, എന്റെ കൂടെ എന്റെ ഉപ്പയാണെന്നോ അല്ലെങ്കിൽ ഉമ്മയാണെന്നോ ഒക്കെ എഴുതാം. ഇനി അടുത്തത് നുഇദ്ദുൽ അസ്ഇലത കമാ ഫിൽ മിസാൽ, ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്, നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഐനൽ ഖലമു, എവിടെയാണ് പേന? അൽ ഖലമു ഫിൽ ജൈബി, പേന പോക്കറ്റിലാണുള്ളത്. അതുപോലെ ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ചോദ്യങ്ങൾ എഴുതാണ് വേണ്ടത്. ദാലിക ദീകുൻ, അത് പൂവൻ കോഴിയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പൂവൻ കോഴി. അപ്പൊ ദാലിക ദീകുൻ, ദാലിക എന്ന് പറഞ്ഞാൽ അത്. അപ്പൊ ദാലിക ദീകുൻ, അത് പൂവൻ കോഴിയാണ്. അപ്പൊ ഇനി അത് എന്താണ് എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എന്ത് എന്നുള്ളതിന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു മാ, പിന്നെ ദാലിക എഴുതിയാൽ മതി. അപ്പൊ മാ ദാലിക, അതെന്താണ്, എന്താണത്? അപ്പൊ ദാലിക ദീകുൻ, അത് പൂവൻ കോഴിയാണ് എന്നുള്ള ആൻസർ ആവും. ഇനി അടുത്തത് തിൽക ദജാജത്തുൻ. ഇവിടെ ദാലിക്കയും തിൽക്കയും അത് എന്നുള്ള അർത്ഥം തന്നെയായിരുന്നു. പക്ഷെ പൂവൻ കോഴി ആണായത് കൊണ്ടാണ് ദാലിക്ക പറഞ്ഞത്. ഇവിടെ പിടക്കോഴി, ദജാജത്ത് എന്ന് പറഞ്ഞാൽ പിടക്കോഴിയല്ലേ, അപ്പൊ അതിന് തിൽക്ക എന്നുള്ളതാണ് പ്രയോഗിക്കുക. അപ്പൊ തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എന്താ? മാ തിൽക്ക, അതെന്താണ്? മാ തിൽക്ക, അതിന്റെ ആൻസർ തിൽക്ക ദജാജത്തുൻ. ഇവിടെ ചോദ്യം മുമ്പ് ചോദ്യചിഹ്നം ഇടണം. ഇനി അടുത്തത് അൽ ഹഖീബത്തു അല താവില, ബാഗ് മേശപ്പുറത്താണ്. അപ്പൊ ഇനി അതിന്റെ ചോദ്യം എന്താ വരിക? ബാഗ് എവിടെയാണ്? എവിടെ എന്നുള്ളതിന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എവിടെ എന്നുള്ളതിന് ഐന എന്നാണ് പറയുക. അപ്പൊ ഐന, ഐനൽ ഹഖീബ, ഐനൽ ഹഖീബത്തു എന്ന് വരും. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇനി അടുത്തത് അൽ കിതാബു ഫിൽ ഹഖീബത്തി, കിതാബ് ബാഗിലാണ്. കിതാബ് ബാഗിലാണ്, അവിടെയും കിതാബ് എവിടെയാണ് എന്ന ചോദ്യം വരിക. അപ്പോ ഐന, ഐനൽ കിതാബു, ഐനൽ കിതാബു എന്ന് ചോദ്യം വരും. ഐനൽ കിതാബ്. ഇനി അടുത്തത് നുകമ്മിലു ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ ഉത്തരം ഉണ്ട്, അതിൽ നിന്ന് യോജിച്ചത് എടുത്ത് എഴുതുക. ഇത് നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ മുലാരിയായ ഫീലുകളാണ്. ഈ ശേഷം ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അവിടെ യാ എന്നുള്ള ഫീൽ എടുത്ത് എഴുതണം. പെണ്ണാണെങ്കിൽ താ എന്നുള്ളത് എഴുതണം. ഇവിടെ കണ്ടോ, ഡാഷ് അൽ വലതു ഇലൽ മദ്രസ, ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. ആൺകുട്ടി മദ്രസയിലേക്ക്. ഇനി ബ്രാക്കറ്റിൽ എന്താ? യദ്ഹബു തദ്ഹബു, രണ്ടിന്റെയും അർത്ഥം പോകുന്നു എന്നുള്ളതാണ്. പിന്നെ വ്യത്യാസം എന്താ? ആണാണെങ്കിൽ യാ ഉപയോഗിക്കും, പെണ്ണാണെങ്കിൽ താ ഉപയോഗിക്കും. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ അൽ വലതു ആൺകുട്ടിയാണ്. അപ്പൊ യദ്ഹബു, യദ്ഹബുൽ വലതു ഇലൽ മദ്രസ. ഇനി ഡാഷ് അൽ ബിൻതു മിനൽ ഹൗലി, പെൺകുട്ടി ഹൗലിൽ നിന്ന് യതവല്ലഉ തതവല്ലഉ, വുളു എടുക്കുന്നു. ഇവിടെ പെൺകുട്ടിയല്ലേ, അപ്പൊ താവ് കൊണ്ട് തുടങ്ങുന്ന തതവല്ലഉ എടുത്തെഴുതണം. തതവല്ലഉൽ ബിൻതു മിനൽ ഹൗലി. ഇനി ഡാഷ് ബാസിമു നിലൽ ബൈത്തി, ബാസിം ആൺകുട്ടിയാണ്. ബാസിമു വീട്ടിലേക്ക് യർജിഉ തർജിഉ, മടങ്ങുന്നു. ബാസിം ആൺകുട്ടി ആയതുകൊണ്ട് യർജിഉ, യർജിഉ ബാസിമു നിലൽ ബൈത്ത്. ഇനി ഡാഷ് അൽ ഉമ്മു അൽ ബൈത്ത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഉമ്മ പെണ്ണല്ലേ, അപ്പൊ യദ്ഖുലു തദ്ഖുലു, രണ്ടിന്റെയും അർത്ഥം പ്രവേശിക്കുന്നു എന്നാണ്. ഉമ്മ പെണ്ണായതുകൊണ്ട് താവ് കൊണ്ട് തുടങ്ങുന്ന തദ്ഖുലു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നുതർജിമു, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇവിടെ അറബി സെന്റൻസ് ഉണ്ട്, അത് മലയാളത്തിലേക്ക്, അറബി മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇന്ദി, എന്റെ അടുക്കലുണ്ട്, സിത്തത്തു അക്ലാമിൻ, 6 പേനകൾ. അപ്പൊ എന്റെ അടുക്കൽ 6 പേനകളുണ്ട്. സിത്ത എന്ന് പറഞ്ഞാൽ 6, അഖ്ലാം എന്നുള്ളത് കലം എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം ആണ്. കലം പേന, അഖ്ലാം പേനകൾ. അപ്പൊ ഇന്ദി സിത്തത്തു അക്ലാമിൻ, എന്റെ അടുക്കൽ 6 പേനകളുണ്ട്. ഇനി അടുത്തത് ഇന്ദി, എന്റെ അടുക്കലുണ്ട്, ജവ്വാലുൻ വാഹിദുൻ, വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ജവാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ. അപ്പൊ എന്റെ അടുക്കൽ ഒരു മൊബൈൽ ഉണ്ട്, എന്റെ അടുക്കൽ ഒരു മൊബൈൽ ഉണ്ട്. ഇതാണ് ഇന്നത്തെ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഉത്തരങ്ങൾ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.